ഒരുപാട് മൂവീസ് ഇപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തു, പൊളിറ്റിക്കൽ സറ്റയർ, വയലൻസ്, ഹൊറർ, അങ്ങനെ ഒരുപാട്. അതിനിടയിൽ ഞാൻ പറയാൻ വിട്ട ഒരു മൂവിയാണ് ചുരുളി. മാർക്കോ പോലെ തന്നെ അത് ഇറങ്ങിയ സമയത്ത് ഭയങ്കര കോൺട്രവേഴ്സി സൃഷ്ടിച്ചിട്ടുള്ളൊരു മൂവിയാണ്. ആ ഒരു സിനിമ ഇറങ്ങിയപ്പം അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിട്ടുള്ള കുട്ടികളെ മോശമായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന തരത്തിലുള്ളൊരു വിമർശനം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പോയ സബ്ജക്റ്റുകളിൽ ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൊബൈലിൻ്റെ ഭയങ്കരമായിട്ടൊരു യൂസ് കുട്ടികളുടെ ഇടയിലുണ്ട്. കൊച്ചു കുട്ടികളുടെ ഇടയിൽ വരെ. കാര്യം എന്താ പറയാൻ, അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി പണ്ടൊക്കെ നമ്മൾ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ മൊബൈൽ ഫോൺ എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അവരത് സ്വാഭാവികമായിട്ട് കൂട്ടുകാർ പറഞ്ഞത് വെച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഈ സിനിമകളിലോട്ട് എത്തുന്നുണ്ട്. കാര്യം സിനിമകളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്തൊരു സമയമാണ്. ഇപ്പോൾ ടെലഗ്രാം പോലെ നമുക്കറിയാം, ഇടയിലുണ്ട്. നമ്മൾ സിനിമ OTT വരുന്നു, 2 ദിവസത്തിനകത്ത് ടെലഗ്രാമിൽ വരുന്നുണ്ട്, അത് ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചുരുളിയും എത്തിയിട്ടുണ്ട്. അപ്പോൾ ചുരുളി എന്ന് പറയുന്ന സിനിമ സംസാരിക്കുന്ന സബ്ജക്റ്റ് ഭയങ്കര ഡെപ്തായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിനകത്ത് സംവിധായകൻ ഈ ഒരു ഡയലോഗ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മോശം വാക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവിടുത്തെ ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനോടൊപ്പം തന്നെ അത് മനഃപൂർവ്വം ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് തന്നെ എന്താ പറയുക, ഒരു 18+ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതായത് 18 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർ കാണുക എന്നുള്ളതാണ്. അത് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എന്തിനാണ് കുട്ടികൾ കാണാൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് ഒരിക്കലും സംവിധായകനോ അല്ലെങ്കിൽ ഇതുമായിട്ട് മീഡിയയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട നിർമ്മാതാവിനോ അല്ല ആർക്കും ഇത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് എല്ലാവരുടെ ഇടയിലെത്തും ഈ സിനിമ. അപ്പോൾ നമ്മൾ നോക്കാനുള്ളത് കുട്ടികൾ എന്ത് കാണുന്നു, എന്ത് ചെയ്യുന്നു, അത് നമുക്ക് നോക്കാം, പേരൻസിന് നോക്കാവുന്നതാണ്. പിന്നെ തീർച്ചയായിട്ടും അത് കുട്ടികളുടെ ഇടയിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. കാര്യം നമ്മുടെ വീട്ടിനടുത്ത് തന്നെ 2 കുട്ടികളിങ്ങനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഈ വാക്കുകൾ സംസാരിച്ച സമയത്ത് നേരിട്ട് ഞാൻ കണ്ടതാണ്. ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചു, എടാ ഇത് എന്താണ് നീയൊക്കെ പറയുന്നത് ചോദിച്ചു. അപ്പോൾ അണ്ണാ നമ്മൾ ചുരുളിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചുരുളി എന്ന് പറയുന്ന ഒരു സിനിമ, ആ ചുരുളി എന്ന് പറയുന്നത് തന്നെ ഒരു ചീത്തയായിട്ട് ഇപ്പം മാറിയിരിക്കുന്ന ഒരു പരിപാടിയിലോട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ അത് കുട്ടികളുടെ ഇടയിൽ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ആവുകയും അവർ ഓവർ യൂസ് ആക്കുകയും ചെയ്ത് അത് പേരൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അല്ല, സിനിമ അവർക്ക് ഇഷ്ടമുള്ള കാര്യം, അത്രയും ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, സിനിമ എടുക്കാനുള്ളൊരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ ആ ഫ്രീഡത്തിൽ ആ ഒരു സിനിമ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണണം വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ളത് പ്രേക്ഷകരാണ്. ഇപ്പം നമ്മൾ പണ്ട് കാലങ്ങളിൽ ഈ സിനിമയിൽ നമ്മൾ എഴുതുന്ന കഥകളൊന്നും പിന്നീട് മാറ്റേണ്ടി വന്നിട്ടില്ല. അതായത് ഇപ്പോൾ ദൈവങ്ങളെ വിമർശിക്കുന്നതായിക്കോട്ടെ, പൊളിറ്റിക്കൽ സറ്റയർ ആയിക്കോട്ടെ, പിന്നീട് അതൊരു വിമർശിക്കുന്നവർ വിമർശിക്കാറുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോഴുണ്ടാകുന്ന കോൺട്രവേഴ്സിയും അന്ന് ഉണ്ടായിട്ടുള്ള കോൺട്രവേഴ്സിയും വളരെ ഡിഫറെൻ്റ് ആണ്. കലയെ കലയായിട്ട് കാണുന്നു എന്ന് പറയുന്നൊരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് മാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അംഗീകരിക്കുന്നില്ല. അതായത് സമൂഹം വളരും തോറും ആൾക്കാരുടെ കാഴ്ചപ്പാട് ചുരുങ്ങുന്നു എന്ന രീതിയിൽ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ല, ഇതിനകത്ത് ഒരു സംഭവം എനിക്ക് പറയാനുള്ളത്, സോഷ്യൽ മീഡിയയുടെ വലിയൊരു ഇൻഫ്ലുവൻസ് സിനിമയിൽ വന്നിട്ടുണ്ട്. സിനിമയിലായാലും ഏത് മീഡിയത്തിലായാലും ഇതിനകത്ത് മുഖം അറിയാത്ത ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യങ്ങളിലോട്ട് നമ്മൾ ഡൈവേർട്ടായിട്ട് പോകുന്നുണ്ട്. അതായത് ചില ഫേക്ക് അക്കൗണ്ടുകളിൽ വരുന്ന കമൻസ്, അതൊക്കെ ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ അല്ലെങ്കിൽ റിലീജിയൻ ബേസ്ഡ് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇടുന്ന പോസ്റ്റുകളായാലും ശരി, അങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ സിനിമയെ സംബന്ധിച്ചോളം അത് സിനിമയെയും ബാധിച്ചിട്ടുണ്ട് എന്നാണ്. കാര്യം ഒരു 90s അല്ലെങ്കിൽ ഒരു 80 കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു സിനിമ, അല്ലെങ്കിൽ 90 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 2000 ഇറങ്ങിയ ഒരു സിനിമയിൽ ഇത്രയും ഇൻഫ്ലുവൻസ് അതിനകത്ത് ചെയ്യാൻ പറ്റില്ല. ആൾക്കാർക്ക് വീട്ടിൽ ഇരുന്ന് സംസാരിക്കാമെന്നല്ലാതെ ഒരു പൊതുവേദിയിൽ ഒരു ഫിലിം ക്രിട്ടിക്കിന് സംസാരിക്കാൻ പറ്റുമായിരിക്കും ആ കാലഘട്ടത്തിൽ. പക്ഷെ അല്ലാതെ ഒരു കോമൺ ആയിട്ടുള്ള ഒരാളിനോ അല്ലെങ്കിൽ ശക്തമായിട്ട് മുന്നോട്ട് എന്താ പറയാൻ മുഖം കാണിച്ച് വന്ന് സംസാരിക്കാൻ ധൈര്യമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഒരു അഭിപ്രായം പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആർക്ക് വേണോ യൂസ് ചെയ്യാം, അതിൽ എന്ത് കമൻറ്റ് വേണമെങ്കിലും ഏത് സിനിമയെക്കുറിച്ച് വേണമെങ്കിലും ചെയ്യാം. അതെ 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 അങ്ങനത്തെ ഒരു രീതിയിലോട്ട് എത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കുട്ടികൾ, അതായത് ഒരു 6ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വരെ ഉണ്ട്, നമുക്കറിഞ്ഞൂടാ. അവർ എല്ലാം കാണുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അവർ കൺട്രോൾ ചെയ്യാൻ ആൾക്കാരില്ല. അതൊക്കെ വളരെ വളരെ ഇഷ്യൂസിലോട്ട് കയറി പോവുകയാണ്.
ഓക്കെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസിനെ പറ്റി പറഞ്ഞു. ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ സിനിമകൾ ഒരുപാട് ഡീഗ്രേഡ് ചെയ്യപ്പെടാനും സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയിലൂടെ മതം ഒരു ടൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് സിനിമകളെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസി കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ എങ്ങനെയാണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ അതിനോട് എന്താണ് പറയാനുള്ളത്? അല്ല, ഇതിനകത്ത് ഒരുപാട് സിനിമകൾ നമ്മൾ തിയേറ്ററിൽ വരുന്ന സമയത്ത് പല സിനിമ ഇപ്പോൾ റിവ്യൂവേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരൊക്കെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ചില സിനിമകളുണ്ട്. ചില സിനിമകൾ അത് നമ്മൾ കാണുന്ന സമയത്ത് എന്തിനാണ് ഇവർ നെഗറ്റീവ് പറഞ്ഞത് ചിന്തിക്കും, ചില സിനിമകൾ എന്തിനാണ് പോസിറ്റീവ് പറഞ്ഞതെന്ന് ചിന്തിക്കും. അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സോഷ്യൽ മീഡിയ ഇത്രയും ശക്തമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. അതൊക്കെ ആൾക്കാർ നേരിട്ട് തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം കുറേ ആൾക്കാർ ആദ്യം കാണും. കണ്ടതിന് ശേഷം അവർ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് പിന്നീട് ആൾക്കാർ സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലെത്തുന്ന കാഴ്ചയാണ് ആ സമയങ്ങളിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു റിവ്യൂവർ പറയുന്ന ഒരു റിവ്യൂ അത് ബേസ് ചെയ്ത് അവൻ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ പോയി കാണാം എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. എന്നാൽ ചില സംഭവങ്ങൾ നമ്മൾ ഈ ഒട്ടും പ്രൊമോഷൻ ഇല്ലാതെ അല്ലെങ്കിൽ പ്രൊമോഷൻ വർക്കിന് കൊടുക്കാതെ വരുന്ന സിനിമകൾ, നല്ല സിനിമകൾ കാണും, പക്ഷേ അത് ആൾക്കാരുടെ ഇടയിൽ റീച്ച് ആവുന്നില്ല. ഈ റിവ്യൂവേഴ്സൊന്നും അതിനെക്കുറിച്ച് ഒന്നും പറയില്ല. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ ഞാൻ പറയാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിനിമ ആൾക്കാർ കണ്ട് തന്നെ വിജയിപ്പിക്കണമെന്നാണ്. ഇതിനകത്ത് ഏത് ടൈപ്പ് സിനിമ ആയാലും ശരി, അത് പോയി കാണുക, കണ്ടതിന് ശേഷം നല്ലതാണോ മോശമാണോ നോക്കിയതിന് ശേഷം അവർ പിന്നീട് പറയുക. നല്ലതാണെങ്കിൽ നല്ലത്, എങ്കിൽ നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഓടുമല്ലോ. പിന്നെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അതായത് എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഞാൻ ആരെയും പേര് പറയുന്നില്ല, ഇപ്പോൾ ഒരു സ്റ്റാർ ഫിലിം വരെയാണ്, സ്റ്റാർ അറിയപ്പെടുന്ന ഒരാളുടെ പടം, പക്ഷേ അത്രയും അറിയപ്പെടാത്ത ഒരാളുടെ പടവും കൂടെ ഉണ്ട്. എന്നാൽ സ്റ്റാറിൻ്റെ പടം അത്രയും പോരാ, രണ്ടാമത്തെ ആളിൻ്റെ പടം കൊള്ളാം എങ്കിൽ രണ്ടാമത്തെ ആളിൻ്റെ പടത്തിനെ കുറിച്ച് മോശം അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സ്റ്റാർ പടത്തിന് ആൾക്കാർ കയറും. അത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസാണ്, പ്രൊമോഷൻ്റെ ഇൻഫ്ലുവൻസാണ്. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ഒരു സാധാരണ പ്രേക്ഷകൻ ചെയ്യാനുള്ളത്, ഞാൻ ആ സിനിമ എനിക്ക് കാണണമെങ്കിൽ പോയി കാണുക എന്നുള്ളതാണ്. അല്ലാതെ മറ്റൊരാൾ പറഞ്ഞ് അവന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം സ്റ്റാർ ഫിലിംസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ ദിലീപിൻ്റെ കേസിൻ്റെ വിധി വന്നിരിക്കുകയാണ്. ഇത്തരം കേസുകൾ അല്ലെങ്കിൽ അവരെ ഡീഗ്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, അത് കേസ് ആയിക്കോട്ടെ അല്ലാതെ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ഇറങ്ങിയാലും മതി, അവരെ ഡീഗ്രേഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ് സോഷ്യൽ മീഡിയയിലൂടെ. അതെല്ലാം തന്നെ അവരുടെ സിനിമയെയും ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു ഡീഗ്രേഡ് വരുന്ന സമയത്ത് നമ്മുടെ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പേഴ്സണലായിട്ട് കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഒരാൾ ഒരു തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും, ഇപ്പോൾ ഒരാളെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്ന സമയത്ത് അയാളുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ നോക്കാതെ അയാളെ പൂർണ്ണമായിട്ടും അയാളെ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ പറയുകയും അയാളെ ക്രൂശിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോവുകയാണ്. അത് മുന്നും പിന്നും നോക്കിയൊന്നുമില്ല. അത്രയും ഭീകരമായിട്ടുള്ള ഒരു സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നൊരു സിറ്റുവേഷൻ ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇതെല്ലാം ഓക്കെ ആയിട്ട് വരുന്ന സമയത്ത് അയാളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം ഇങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കുക. എല്ലാ മീഡിയയും എന്താ പറയാൻ പലതരത്തിലുള്ള ന്യൂസായിരിക്കും പുറത്ത് വരുന്നത്. നമുക്ക് ആദ്യമൊന്നും മനസ്സിലാവില്ല, പിന്നെ കൃത്യമായിട്ട് അത് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടായാലും ശരി, അല്ലെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമുക്ക് വായി തോന്നുന്ന രീതിയിൽ ചീത്ത വിളിക്കുക, അതൊക്കെ വളരെ മോശമായിട്ട് തോന്നിയിട്ടുണ്ട്. താങ്കൾ ഒരുപാട് പോസിറ്റീവ് മെസ്സേജസ് സൊസൈറ്റിക്ക് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് സിനിമകൾ എടുത്തിരിക്കുന്നത്. പക്ഷെ അത് എപ്പോഴെങ്കിലും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടോ? അല്ല, നമ്മളിപ്പോൾ ഇതിനകത്ത് രണ്ടോ മൂന്നോ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഇടയിലുള്ളത്. അപ്പോൾ ഒരു വിഷയത്തിന് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആയിരിക്കും അത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ വിമർശിക്കും. അപ്പോൾ നമുക്കൊരു പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിനകത്ത് റോട്ടൻ സൊസൈറ്റിക്കകത്ത് ഒരു സീനിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഇതിനകത്ത് ഒരു ഭ്രാന്തൻ ഒരു ഫോൺ വിളിക്കുകയാണ്. ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേങ്ങയുടെ ഒരു തോട് എടുത്ത് വെച്ചിട്ടാണ് വിളിക്കുന്നത്. നെഹ്റുവിനെയാണ് വിളിക്കുന്നത് കോൾ. അപ്പോൾ ഈ കോള് വിളിച്ചിട്ട് പറയാണ്, ഇവിടെയുള്ള പേരൻസിന്, അതായത് അച്ഛനും അമ്മയ്ക്കും ഓരോ തോക്ക് വെച്ച് കൊടുക്കണം, പെൺമക്കളുള്ള
അച്ഛനും അമ്മയ്ക്കും ഓരോ തോക്ക് വെച്ച് കൊടുക്കണം, എന്നാലേ അവർ സേഫായിട്ടിരിക്കൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നെഹ്റുവിൻ്റെ കൂടി എന്തിനു പറഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. എന്നാൽ ഞാൻ കൊടുത്ത മെസ്സേജ് എന്താണ്? മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നെഹ്റു അല്ലേ? അപ്പോൾ ആ ഒരു സമയത്തെ ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട്. അതായത് എന്തു പറയാൻ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ, കുട്ടികൾക്കെതിരായിട്ടുള്ള പീഡനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ആ ടൈമിലേ നമ്മൾ തിരുത്തി വരണമായിരുന്നു ഇല്ലേ? ഇപ്പോൾ ആ ഒരു ടൈമിലേ തിരുത്തി വരണമായിരുന്നു എന്നുള്ളതാണ് കൊടുത്ത മെസ്സേജ്. അപ്പോൾ അവർ വിചാരിച്ചത് ഒരു പൊളിറ്റിക്കൽ, ഒരു പ്രത്യേകിച്ച് ഒരു പാർട്ടിയെ, നെഹ്റുവിൻ്റെ ഒരു പാർട്ടിയെ കരിവാരി തേക്കുന്ന രീതിയിൽ എടുത്തു എന്നുള്ള രീതിയിലൊക്കെ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്, ഫെസ്റ്റിവലിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി അല്ലേ? അപ്പോൾ അത് ആ സമയത്തെ മാറ്റി വരണമായിരുന്നു എന്നാണ് ഭ്രാന്തൻ ചിന്തിക്കുന്നത്. അതാണ് അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ താങ്കളുടെ സിനിമയായിട്ട് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും മുൻപ് പറഞ്ഞതുപോലെ. അങ്ങനെ കോൺടാക്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ്? അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ കാര്യമോ, അല്ലെങ്കിൽ താങ്കൾ ഈ രീതിയിൽ ചെയ്താൽ കൊള്ളാമായിരിക്കും, അല്ലെങ്കിൽ അതൊരു വിമർശനമായിരിക്കാം, അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ, ഒരു കോളോ മെസ്സേജോ? അല്ല, ഇതിനകത്ത് നമുക്ക് ഫെസ്റ്റിവൽ ഡയറക്ടേഴ്സ് എന്ന് ഒരുപാട്, അതായത് വിദേശത്തു നിന്നൊക്കെ ഒരുപാട് കോൾ വരാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിലിം എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നേരത്തെ നമ്മൾ പ്രീ പ്ലാൻഡ് ചെയ്യണം എന്നുള്ളതാണ് കാര്യം. നമ്മൾ ഒരു ഫിലിം ഫിനിഷായ ഉടനെ കുറേ ഫെസ്റ്റിവലിൽ അയക്കാതെ നേരത്തെ കുറേ ഫെസ്റ്റിവൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം അവരെ അല്ലാതെ കോണ്ടാക്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് എത്തിക്കണം, ഒരു റൈറ്റ് ടൈമിൽ നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അതെനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. ഇന്ന ഫെസ്റ്റിവൽസിൽ നമുക്ക് കാണിക്കണമെന്ന് ഫോക്കസ്ഡ് ആയിട്ട് ഒരിക്കലും ചെയ്തിട്ടില്ല. അപ്പോൾ അതിനി അടുത്ത സിനിമകളിലോട്ട് നോക്കുന്നുണ്ട്. അതെ അതെ. അടുത്ത വരാൻ പോകുന്ന സബ്ജക്റ്റ് ഹൊറർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഹൊറർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണ്? അപ്പോൾ ഇതിനകത്ത് ഇടയ്ക്ക് പൊളിറ്റിക്കൽ ഇഷ്യൂ പറയാൻ പാടില്ല, അത് രണ്ടും മാറ്റി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് ഇടയ്ക്ക് സ്തുതിപുരാണം എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അതൊരു FGFM എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ചെയ്തൊരു ഫിലിമാണ്. അപ്പോൾ അത് ഒരു കോമഡി സബ്ജക്റ്റാണ്, കോമഡി ഒരു സറ്റയർ സബ്ജക്റ്റാണ്. അതായത് വളരെ എന്താ പറയുക, നമ്മളെയൊക്കെ പോലെ ഭയങ്കരമായിട്ട് സിനിമയിൽ എത്തണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു പയ്യൻ. പക്ഷേ അവന് കഷ്ടപ്പെടാൻ വയ്യ. പക്ഷെ അവൻ വളരെ അന്ധമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. അന്ധവിശ്വാസം എന്ന് പറയുന്നത് ദൈവവിശ്വാസമൊന്നുമല്ല, അന്ധവിശ്വാസം എന്ന് പറയാം, അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിശ്വാസം അവൻ്റെ മനസ്സിൽ കയറുകയും ദൈവം സഹായിക്കുമെന്നുള്ള വിശ്വാസത്തിൽ അവൻ ഒന്നും ചെയ്യാതിരിക്കുകയും അവൻ്റെ ജീവിതത്തിൽ വരുന്ന കുറേ പ്രശ്നങ്ങളാണ് അതിനകത്ത് പറയുന്നത്, സ്തുതിപുരാണം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അതിൽ കൂടുതൽ കോമഡി ആണ് ചെയ്യുന്നത്. അപ്പോൾ പലരും ഇതിനകത്ത് സൗണ്ട് ചെയ്ത ആൾക്കാരായാലും ശരി, അല്ലെങ്കിൽ അല്ലാതെ സിനിമയുടെ പ്രിവ്യൂ കണ്ട ആൾക്കാരായാലും ശരി, അവരെല്ലാം പറഞ്ഞിരിക്കുന്ന കോമഡി നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കോമഡി സബ്ജക്റ്റുകൾ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് വിശ്വാസം. അങ്ങനെ ചെയ്യാൻ പറ്റട്ടെ. എന്തായാലും ഇപ്പോഴത്തെ കാലത്ത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം കൂടുതലാണ്, എന്തും വിളിച്ച് പറയാം എന്നൊരു കാര്യവുമുണ്ട്. അതേസമയം തന്നെ ഭയങ്കര റെസ്ട്രിക്ഷനും വരുന്നതായിട്ട് എനിക്ക് പൊതുവേ തോന്നിയിട്ടുണ്ട്. കാരണം ഒരേ സമയം തന്നെ നമുക്ക് എന്തും പറയാം, സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് എഴുത്തിലൂടെ ആണെങ്കിലും, നമുക്കൊരു ഇപ്പം ഫേസ്ബുക്കിലാണെങ്കിൽ പോലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു ലൈവ് പോയിട്ട് പറയാനുള്ളൊരു സൗകര്യമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തും വിളിച്ചു പറയാം എന്നുള്ളൊരു തരത്തിലേക്കാണോ എത്തി നിൽക്കുന്നത് ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി? അല്ലെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അതും ഇതെല്ലാം സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണല്ലോ. ഇപ്പോൾ ലൈവ് പോകുന്നതായാലും ശരി, ലൈവിൽ വന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതായാലും ശരി. പണ്ടൊക്കെ നമുക്ക് ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾ വന്ന് ഇൻ്റർവ്യൂ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അത് കണ്ടിട്ട് മിണ്ടായിരിക്കാനേ പറ്റും. ഇപ്പോൾ അങ്ങനെയല്ല, അവരിപ്പോൾ ലൈവിൽ വരികയോ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പ്രേക്ഷകർക്ക് അതും എന്താ പറയുക, ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്ത രീതിയിൽ തന്നെ വേണമെങ്കിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് അവർ പറയുന്ന കാര്യങ്ങളിൽ ശരി ഏത് തെറ്റേതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്താൽ കുഴപ്പമില്ല. അതും മാന്യമായിട്ടുള്ള ഭാഷയിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ചത് സിനിമയുടെ ബേസിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഇടയിൽ, അതല്ലാതെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഒരു സിനിമ എടുക്കുമ്പം ഓഫ് കോഴ്സ് ഒരാൾക്ക് വിളിച്ച് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അത് എല്ലാവർക്കും ഉള്ളൊരു സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതൊരു എന്താ പറയുന്നത്, ഒരു എക്സ്ട്രീമിസത്തിലേക്ക് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ സിനിമയ്ക്കകത്ത്? അല്ല, അങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമയെന്ന് പറയുമ്പോൾ
എല്ലാവരും അവരുടേതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങളാണ് എടുക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇതിനകത്ത് സംവിധായകർ ആയാലും ശരി, തിരക്കഥാകൃത്തായാലും ശരി, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ നമുക്കിപ്പോൾ നിങ്ങളിത് കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്താൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളത് അവരെ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്നതാണ്. അത് ശരിയാണ്. പക്ഷെ എന്നാൽ പോലും നമ്മളൊരു സിസ്റ്റത്തിനകത്താണ് നിൽക്കുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള നിയമവ്യവസ്ഥയുണ്ട്. കാരണം അത് എല്ലാം നമ്മളെ ഒരു ഡിസിപ്ലിനിൽ കൊണ്ടുപോകാന്നുള്ളതാണ്. സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അതൊരു എന്താ പറയുന്നത്, മുതലെടുക്കുക അല്ലെങ്കിൽ അമിത സ്വാതന്ത്ര്യമായി പോകുന്നതായിട്ട്. അതായത് നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സിസ്റ്റത്തിനകത്ത് തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നവരെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്. ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന രീതി ഒരു പ്രശ്നമാണോ? തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ നമ്മുടെ സിനിമകളിലൂടെ കാണിക്കുമ്പോൾ അതിൽ അത്തരത്തിലുള്ളൊരു പ്രശ്നം വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പല രീതിയിൽ കാണിക്കാം, സറ്റയർ ആയിട്ട് കാണിക്കാം, പല എന്താ പറയുന്നത് സീരിയസ് ആയിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. പക്ഷെ അത് എന്താ പറയുന്നത്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മാർക്കോ അല്ലെങ്കിൽ അത് ഒരു അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യാനല്ല, ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അതൊക്കെ എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമുക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് മാത്രം എത്തേണ്ട കാര്യങ്ങളാണ്. ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും ജനറൽ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് പറയുകയാണെങ്കിൽ അത് പറയാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് അതിനൊരു മിതത്വം പാലിക്കേണ്ടതില്ലേ? അല്ല, ഇതിനകത്ത് ഈ പറയുന്ന ഞാൻ ഇപ്പോൾ പറയുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീഡത്തിനെ കുറിച്ചാണ് അല്ലേ, നമ്മുടെ സ്വാതന്ത്ര്യം. പക്ഷെ ആ എന്താ പറയാ, ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ ആ പറയുന്ന രീതി, നമ്മളിപ്പം ഒരാളെ വഴക്ക് പറയാം, ഒരു കുട്ടിയെ നമ്മൾ വഴക്ക് പറയുമ്പോൾ നമ്മൾ പറയുന്ന രീതി, അവനെയോ അവളെയോ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയില്ല. അതുപോലെ നമ്മൾ സൊസൈറ്റിയിലേക്ക് പല ടൈപ്പ് ആൾക്കാരാണ്, പല ടൈപ്പ് കാഴ്ചപ്പാടുള്ള, പല മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പം ഒരാളോടൊരു കാര്യം പറയുമ്പോൾ അത് വേറൊരു മതത്തെയോ വേറൊരു രാഷ്ട്രീയ പാർട്ടിയോ ഹെർട്ട് ചെയ്യാതെ അതെങ്ങനെ മെസ്സേജ് കൺവേ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് താങ്കൾക്ക് അതിനോടുള്ള കാഴ്ചപ്പാട്? ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് പലതരത്തിലുള്ള, ഞാൻ പറഞ്ഞില്ല, ഇമോഷണലായിട്ടുള്ള രീതിയിലാണ് ആൾക്കാരെടുക്കുന്നത്. ഇപ്പോൾ മതപരമായാലും അല്ലെങ്കിൽ ജാതിപരമായാലും എന്തായാലും ഇതിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നത് അത്രയും ഇതായിട്ടുള്ള ഒരാളല്ല ഞാൻ. കാര്യം ഇതൊന്നും പാടില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. ഐ മീൻ ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ മാറ്റി നിർത്തപ്പെടേണ്ട കാലഘട്ടം കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ജാതിയായാലും മതമായാലും അങ്ങനെ. ഇപ്പോൾ രാഷ്ട്രത്തിന് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ളൊരു സംഭവം മാത്രമായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഇതിനകത്ത് അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, പലർക്കും അഭിപ്രായം വേറെ രീതിയിലുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ നോക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് അവർ സബ്ജക്റ്റ് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ മിതത്വം എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ഒരു അത് പാലിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റിയെ ചിലപ്പോൾ ബാധിക്കുമായിരിക്കാം അവരുടെ. ഇപ്പോൾ ഇതിനകത്ത് അത് ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ പോലെ ഇരിക്കും. നിങ്ങളത് പറയല്ലായിരുന്നു ഇല്ലേ, അപ്പോൾ അത് അവരെ ട്രിഗർ ചെയ്യിപ്പിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പറയേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങളെന്തിനാണ് അത് പറഞ്ഞത്, ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ അത് ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത്. എൻ്റെ ഒരു ഇത് തുറന്നു തന്നെ സംസാരിക്കുക എന്ത് തന്നെയാണെങ്കിലും. അതെ, ഉപയോഗിക്കുന്ന ഭാഷ ചീത്ത വിളിക്കണമെന്നല്ല ഞാൻ പറയണം. അപ്പോൾ ഇതിനകത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തി എല്ലാവർക്കും കാണുന്ന രീതിയിൽ മാന്യമായിട്ടുള്ള ഭാഷയിൽ നമുക്ക് വിമർശിക്കാം എന്നാണ് എൻ്റെ. ഇപ്പം പണ്ട് കാലത്തെക്കാളും പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ സ്കൂൾ ടൈം മുതലേ രാഷ്ട്രീയമുള്ളതായിട്ട് ഇപ്പം സന്ദേശം മൂവിയൊക്കെ നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ യുവാക്കൾക്ക് പൊളിറ്റിക്സിനോട് താല്പര്യമില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? പൊളിറ്റിക്സ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ എനിക്ക് പൊളിറ്റിക്സ് ഇഷ്ടമല്ല, അതൊരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അതിനോട് എങ്ങനെ, ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. താങ്കൾക്ക് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണാൻ സാധിക്കുക? കാര്യം രാഷ്ട്രീയം വേണ്ട, നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിലാണ്. അപ്പം ഇവിടെ രാഷ്ട്രീയം വേണ്ട എന്ന് പറയുമ്പം അതൊരു അല്ല. ഇതിനകത്ത് ഞാനൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് ആ റേഞ്ചിൽ, അതായത് ഹൈസ്കൂൾ റേഞ്ചിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്കിടയിൽ ഇങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ലായിരുന്നു. സീരിയസ് ആയിട്ട് ഇങ്ങനത്തെ ചിന്തകളൊന്നും അങ്ങനെ വലുതായിട്ടില്ല. നമ്മുടെ ഇടയിൽ അങ്ങോട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ട്, പഠിപ്പി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളു. അല്ലാതെ ഈ പൊളിറ്റിക്കൽ പരമായിട്ടുള്ള ഗ്രൂപ്പുകളോ ഗ്രൂപ്പീസോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ അത് കുറച്ച്, അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിന്തിച്ചത് മുന്നോട്ട് പോകുന്ന സമയത്തും ഇത് ഒട്ടും ഇല്ലാത്ത ഒരു കാലഘട്ടം വരും, ഇങ്ങനെയൊന്നും ഭയങ്കര രൂക്ഷമായിട്ട് അതിനെ വിശ്വസിക്കുന്ന ആൾക്കാർ ഉണ്ടാവില്ല എന്ന് ആണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഗ്രാജുവലി അത് കൂടിയേ വന്നോളൂ. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് എനിക്കിതില്ല അതില്ല. കുട്ടികളുടെ ഇടയിൽ വരെ അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളതാണ് സത്യം.
Politics ഉണ്ടെന്നാണ് പറഞ്ഞത്. അതെ അതെ അതെ, അതിൽ യാതൊരു മാറ്റവും ഇല്ല. എല്ലാവരുടെ മനസ്സിലും ഉണ്ട് പൊളിറ്റിക്സ്. നമ്മൾ എഴുതുന്ന പേനയിൽ പോലും രാഷ്ട്രീയം, പേനയുടെ മഷിയിൽ പോലും രാഷ്ട്രീയമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ. അല്ല, ഇതിൽ പൊളിറ്റിക്സ് വേണം. പൊളിറ്റിക്സ് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പൊളിറ്റിക്സ് വേണം. പക്ഷേ താൻ വിശ്വസിക്കുന്ന ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ പൊളിറ്റിക്സ് അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണം. നിങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് തെറ്റാണ്, അത് ശരിയാക്കണം, തിരുത്തണം. അല്ല, അത് എന്താ പറയുക, നമ്മുടെ നേതൃത്വം പറയുന്നത് മാത്രമേ അല്ലെങ്കിൽ നമ്മുടെ ഈ പാർട്ടി പറയുന്നത് മാത്രമേ നമ്മൾ അത് ശരിയാണ് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകും എന്ന് പറയുന്നത് അതെനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. അത് രാജ്യത്തിന് നന്നായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നേരത്തെ എല്ലാ കൈൻഡ് ഓഫ് മൂവീസും കാണുന്ന ആളാണെന്ന് പറഞ്ഞില്ലേ, ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ഏതാണ്? ബോളിവുഡ് ആണോ അല്ലെങ്കിൽ ഹോളിവുഡ് ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത്? ഇതിന് നമുക്ക് ഹോളിവുഡ് സിനിമകളുടെ ടെക്നിക്സ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതേപോലെയൊക്കെ ചെയ്യാൻ ഒക്കെ ആഗ്രഹമുണ്ട് ഹോളിവുഡ്. പിന്നെ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന സബ്ജക്റ്റിൻ്റെ ഒരു വെറൈറ്റി അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെയാണല്ലോ, കേരളത്തിലാണല്ലോ, അപ്പോൾ ഇവിടുത്തെ ഒരു ജീവിത സാഹചര്യമൊക്കെ ബേസ് ചെയ്ത് വരുന്ന നമ്മുടെ ശ്രീനിവാസൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് ഒരുപാട് ഇഷ്ടമാണ്. ഏതെങ്കിലും ഹീറോസിനോട് ഭയങ്കര ഒരു ആരാധനയോ? ഇപ്പം ചെറുപ്പത്തിലൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് ഇപ്പം മോഹൻലാൽ മമ്മൂട്ടി ഫാനാണെന്നൊക്കെ പറഞ്ഞ് കുറേ ഫൈറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ആരോടെങ്കിലും ഒരു പ്രത്യേക സ്നേഹമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാനാണ് എന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ടോ? ആ ഒരു സമയത്ത് ഇപ്പോഴാരും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്ത ആളാണ് മമ്മൂട്ടിയായാലും മോഹൻലാലായാലും. അപ്പോൾ അവരുടെ ഫാൻ തന്നെയാണ്. അപ്പോൾ അത് ഇപ്പോൾ ഈ അച്ഛനും അമ്മയും നിർത്തിയ ശേഷം ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യം പോലെയാണ് എല്ലാവരോടും ചോദിക്കുന്നത്. അച്ഛനോട് ചില കുട്ടികൾക്ക് അമ്മയോട് ഇഷ്ടം തോന്നാറുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു കൂടുതൽ ഒരു ക്യാരക്ടർ വൈസ് നമുക്ക് രണ്ടുപേരും രണ്ട് ലെവൽ ഓഫ് ആക്ടിങ് ആണ്. എന്നാലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളുണ്ടാവുമല്ലോ. ഇതിപ്പം മമ്മൂട്ടി ഫാൻ ആണെങ്കിലും മോഹൻലാൽ ഫാൻ ആണെങ്കിലും അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ഞാനൊരു കാര്യം പറയാം, അപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നീട് നമ്മൾ സിനിമ കണ്ടുവന്ന സമയത്ത് നമുക്ക് മാറ്റങ്ങളുണ്ടാകും. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു കൊച്ചുകുട്ടി എന്നുള്ള രീതിയിൽ ഇപ്പോൾ മോഹൻലാൽ തന്നെയാണ്. മോഹൻലാൽ ഫാൻ, മോഹൻലാലിൻ്റെ സിനിമകൾ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഇംപ്രസ് ആയത് കൂടുതലും. ഇപ്പോഴത്തെ ജനറേഷനിൽ ഇപ്പം അങ്ങനെ ആരോടെങ്കിലും ഒരു പ്രത്യേക താല്പര്യമോ ഇന്ന ഹീറോയെ കൊണ്ട് എനിക്കൊന്ന് സിനിമ ചെയ്യണം അങ്ങനത്തെ ആഗ്രഹങ്ങളോ? ഇതിൽ ഒരുപാട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരെ വെച്ചിട്ട് സിനിമ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു കോമഡി രീതിയിൽ ഒരുപാട് എന്താ പറയുക, നമ്മളെ ചിരിപ്പിച്ച ഒരാളാണ് ദിലീപേട്ടൻ. അപ്പോൾ ദിലീപേട്ടനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യണമെന്നുണ്ട് ആഗ്രഹമാണ്. പിന്നെ ടൊവിനോ, ബേസിലിനെ വെച്ചിട്ട് സിനിമ, ഒരു കോമിക്കായിട്ടുള്ള ഒരു സറ്റയർ സിനിമ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് ഇവിടെ അല്ല, ഒരുപാട് ലാംഗ്വേജിൽ സിനിമകൾ ചെയ്യണമെന്നുണ്ട്. അതൊക്കെ നടക്കുമെന്നാണ്. നമ്മൾ നേരത്തെ അഭിനയത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു, ഞാൻ ചോദിച്ചോന്ന് ഓർക്കുന്നില്ല. താങ്കൾക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ പറയാമോ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള? അങ്ങനെ നമുക്ക് വരുന്ന ക്യാരക്ടർ അത്ര നാച്ചുറലായിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു പർട്ടിക്കുലർ ഒരു ക്യാരക്ടർ അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ എക്സാമ്പിൾ ആയിട്ട് വെച്ച്, ഇപ്പം ARM ടൊവിനോയെ പോലെ അല്ലെങ്കിൽ ഇപ്പം സന്ദേശത്തിലെ ശ്രീനിവാസനെ പോലെ അങ്ങനെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ വെച്ചിട്ട് പറയാം? കോമഡി റോളുകൾ തന്നെയാണ് കൂടുതൽ ചെയ്യാൻ ഇഷ്ടം. അപ്പോൾ എനിക്ക് ഹീറോ ആയിട്ട് ചെയ്യണമെന്നല്ല, ഒരു ക്യാരക്ടർ റോളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതും ആൾക്കാരെ ചിരിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവം ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരുന്നു. ആൾക്കാരെ സന്തോഷിപ്പിക്കാനാണ് ഇഷ്ടം, സീരിയസ് ആയിട്ടുള്ള റോൾ? ഇപ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എനിക്ക് കോമഡി ഫാൻറ്റസി അങ്ങനെയുള്ള ജോണർ സിനിമകളാണ് കൂടുതൽ ചെയ്യാനായിട്ട് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ നമ്മളൊരു സാഹചര്യം അനുസരിച്ച് നമ്മുടെ റിസോഴ്സസ് വെച്ചിട്ട് ഇപ്പോൾ എക്സ്പെരിമെൻ്റൽ ഫിലിംസ് ചെയ്യാനേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഇപ്പം നേരത്തെ ഈ ഹീറോ വർഷിപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചല്ലോ, അപ്പം അത് ഒരു പ്രശ്നമായിട്ട് തീരുന്ന അവസ്ഥകളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പം പണ്ട് ഞാൻ ഒരു വാർത്ത കണ്ടതാണ്, പണ്ട് വായിച്ചിട്ടുള്ള ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു സംഭവമാണ്. വിജയുടെ കട്ടൗട്ടിന് പാലഭിഷേകം നടത്തിയിട്ട് ഒരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹം മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ചു. അപ്പം അങ്ങനെയുള്ള ഇൻസിഡൻസ് ഇപ്പോഴും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, അപകടങ്ങൾ പറ്റാറുണ്ട്. എന്താ പറയുക, തിയേറ്ററിന് മുന്നിൽ പടക്കം പൊട്ടിച്ചും അതായത് സ്ക്രീനൊക്കെ കത്തിപ്പോയിട്ടുള്ള അവസ്ഥകൾ, അങ്ങനെ ഒരുപാട് വീഡിയോസും ഒരുപാട് വാർത്തകളും നമ്മുടെ മുന്നിൽ തന്നെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. അപ്പം ഇതിനോടൊക്കെ എന്താണ് പറയാനുള്ളത്? അല്ല, ഇതിൽ എല്ലാത്തിനും ഒരു ലിമിറ്റാണ്, ഒരു പരിധിയുണ്ട്. ഇപ്പോൾ ആരാധന ആയാലും ശരി, ഇപ്പോൾ ഇതെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാരക്ടേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവിധായകരും അല്ലെങ്കിൽ തിരക്കഥാകൃത്തുകളും അവരെല്ലാം എഴുതി കൊടുക്കുന്ന ഒരു റോള്
ചെയ്യുന്ന ആൾക്കാരാണ് ആക്ടേഴ്സ്. അപ്പോൾ ഈ ആക്ടേഴ്സിൻ്റെ അതായത് ഈ വരുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കില്ല ഒരു ആക്ടറിൻ്റെ ക്യാരക്ടർ. അതായത് ഒരു സിനിമയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ആ ക്യാരക്ടർ ആയിരിക്കണമെന്നില്ല ഒരു ആക്ടറിൻ്റെ യഥാർത്ഥ ക്യാരക്ടർ. പക്ഷേ പലരും അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറല്ല. അവർ അതികഠിനമായിട്ട് എന്താ പറയാൻ തീവ്രതയോടുകൂടെ ഉള്ള ഒരു ആരാധനയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന സംഭവമാണ്. അതൊരു മെൻ്റൽ സ്റ്റേറ്റിൻ്റെ പ്രശ്നമാണ്, അത്രേ പറയാനുള്ളൂ. കാര്യം അല്ലാതെ അത്തരത്തിലുള്ള ഒരു വർഷിപ്പ് സിനിമയെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാര്യം ചില നല്ല സിനിമകൾ ഇപ്പോൾ സ്റ്റാർ ഇല്ലാത്ത സിനിമകൾക്ക് എന്താ പറയാൻ ആൾക്കാർ കയറാത്ത അവസ്ഥ ഇവിടെ ഉണ്ട്, മലയാള സിനിമയിലുണ്ട്. സ്റ്റാർ വാല്യൂ വേണം, സ്റ്റാർ വാല്യൂ ആണെങ്കിലേ ബിസിനസ് ആവും സിനിമ. അപ്പോൾ അതൊക്കെ സിനിമകളെ ബാധിക്കും. അപ്പോൾ സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ ഒരു ഹീറോ വർഷിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സിനിമയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു രീതിയിലോട്ടും കൂടെ പോകുന്നുണ്ട്. ഏത് ലാംഗ്വേജിലാണ് അത് കൂടുതലായിട്ടും ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്? കേരളത്തിൽ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ കേരളത്തിലാണോ ഏറ്റവും കൂടുതൽ? എല്ലാ ലാംഗ്വേജിലും സിനിമ ബിസിനസ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു ആൾ തീർച്ചയായിട്ടും ഉണ്ടായാൽ മാത്രമേ ബിസിനസ് ആവൂ എന്നുള്ളൊരവസ്ഥയാണ്. പക്ഷേ അത് അന്ധമായിട്ടുള്ള കൂടുതൽ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അന്ധമായിട്ടുള്ള ഒരു സ്റ്റാർ വർഷിപ്പ് നടക്കുന്നത് എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലാണെന്ന്. തമിഴ് ഫിലിംസിലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വിജയുടെ കാര്യം പറഞ്ഞ പോലെ. കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും ഒരു കാലഘട്ടത്തിൽ വിജയ് ഫാനായിരുന്നു. അത് ആയിരുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനകത്ത് ഒരു പരിധി കഴിയുമ്പോൾ സെയിം രീതിയിലുള്ള ആക്ടിങ്, സെയിം രീതിയിലുള്ള ക്യാരക്ടേഴ്സൊക്കെ വരുന്ന പോലെ തോന്നി. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നീട് നമ്മൾ ഒരു ഏജ് കഴിയുമ്പോഴല്ലേ അതിനെക്കുറിച്ച് കൂടുതലും ചിന്തിക്കും. സിനിമകൾ എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ പല സിനിമകളും പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിരിച്ച് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട്, കാര്യം വിജയ്ക്ക് അതിനനുസരിച്ചുള്ള ഒരു മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിനനുസരിച്ച് പടം ബിസിനസ് ആവുന്നുണ്ട്. ഏത് സിനിമ എന്ത് സ്ക്രിപ്റ്റ് എടുത്താലും ബിസിനസ് ആവുന്ന ഒരു രീതിയിലോട്ട് മാറി. അപ്പോൾ അത് നെഗറ്റീവായിട്ടാണ് ബാധിച്ചത് സത്യം പറഞ്ഞാൽ. ഇപ്പം തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം വിജയുടെ കാര്യമാണെങ്കിലും ഒരുപാട് നടീനടന്മാരുണ്ട്. ഒരു കാലഘട്ടം കഴിയുമ്പോൾ സിനിമ ഉപേക്ഷിച്ചിട്ട് കംപ്ലീറ്റ്ലി രാഷ്ട്രീയത്തിലേക്ക് പോകുന്നൊരവസ്ഥ കേരളത്തിലും നന്നായിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. അപ്പം ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കാൻ തോന്നിയിട്ടുള്ളത്? അതായത് അവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തോന്നിയിട്ടായിരിക്കില്ലല്ലോ എന്തായാലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക. എന്തൊക്കെയായിരിക്കും അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവുക എന്ന് താങ്കൾക്ക് തോന്നുന്നത്? ഇതിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ തമിഴ്നാട്ടിൽ എടുക്കുകയാണെങ്കിൽ തമിഴ്നാട് ടോട്ടലി ഡിഫറൻ്റ് ആണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ കേരളമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റാർ വർഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റാർസ് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഇറങ്ങി അവർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. MGR ഉൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇതിനകത്ത് നാളെ ഒരു ആൾ വരുന്ന സമയത്ത് വിജയ് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ വിജയ് വരുന്ന സമയത്ത് വിജയ് നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, സ്റ്റാർ വർഷിപ്പ് കാരണം രാഷ്ട്രീയപരമായിട്ട് നിന്ന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ വരുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. എന്തായാലും ഒരുപാട് സമയമായി നമ്മൾ സംസാരിച്ച് തുടങ്ങിയിട്ട്. ഇനിയിപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം പയ്യെ. അപ്പം തീരുന്നതിന് മുന്നേ ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേരിങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനത്താണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഒരുപാട് അവാർഡുകൾ, നല്ലൊരു റെക്കഗ്നിഷൻ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടും അതുപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടും എന്താണ് പറയാനുള്ളത്? അല്ല, ഇതിനകത്ത് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇനി ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്, അതെല്ലാം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രം. കാര്യം അവരുടെ സപ്പോർട്ടിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വരുന്ന അവാർഡ്സ് ആയാലും ശരി, അല്ലെങ്കിൽ ഒരു ആൾ വിളിച്ചിട്ട് ഇപ്പോൾ നല്ലൊരു അഭിപ്രായം പറയുമ്പോൾ തന്നെ നമുക്ക് അടുത്ത പടം ചെയ്യാനുള്ള ഒരു ഊർജ്ജം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി മുന്നോട്ടുള്ള യാത്രയിൽ. അതേപോലെ തന്നെ ഇതിൽ വരണം എന്നാഗ്രഹിക്കുന്ന പുതിയ ആൾക്കാർ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 20 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരോട് പറയേണ്ട ആവശ്യമില്ല. കാര്യം അവർ ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സക്സസ് ചെയ്യാൻ പറ്റും. കാര്യം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്, ഒരിക്കലും നിർത്താതെ മുന്നോട്ട് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കാര്യം. ഇനി 20 വയസ്സിന് താഴെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എഡ്യൂക്കേഷനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ എഡ്യൂക്കേഷൻ കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇത് കൊണ്ടുപോവുക, നിങ്ങളുടെ ആർട്ട് പരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോവുക. ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടി കൂടുതൽ കാര്യം ഇനി നമ്മൾ ഇടയിൽ പറയാതെ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇനി AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ഒരുപാട് ഫെസ്റ്റിവൽ അമേരിക്കയിലായാലും ശരി, UK ശരി, AI ജനറേറ്റഡ് ആയിട്ടുള്ള സിനിമകളുടെ ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള
അതായത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഒരു ആക്ടർ ഇല്ലാതെ തന്നെ ഒരു സിനിമ വരുന്ന ഒരു കാലഘട്ടത്തിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ട് AI ജനറേറ്റഡ് ആയിട്ടുള്ള സിനിമകളുണ്ടാകും. അപ്പോൾ എന്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ അതെല്ലാം ചെയ്യണമെങ്കിൽ എഡ്യൂക്കേഷൻ പ്രത്യേകിച്ച് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായിട്ട് അറിയേണ്ടിയിരിക്കുന്നു. ടെക്നിക്കൽ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആ ഒരു രീതി നന്നായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, അതൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും ഇത്രയും നേരം നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം എൻ്റെ ഒപ്പം ഇരുന്ന് ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു നീണ്ട ഇൻ്റർവ്യൂ തന്നതിന് നന്ദി. ഇനിയും വീണ്ടും കാണാം.